നമ്പി ഇവിടെ ഇല്ലാത്തപ്പോ ഇതൊക്കെ ചെയ്താ പോരെ അമ്മായി? പോരാ, അവളുടെ മുന്നിൽ വെച്ച് തന്നെ നീ ചെയ്യണം. ഇനിയിപ്പോ നിനക്ക് ജോലിയൊന്നും ചെയ്ത് സമ്പാദിക്കണ്ടല്ലോ. നിന്റെ ഭാര്യ ഇഷ്ടം പോലെ സമ്പാദിച്ചോണ്ട് വരുന്നില്ലേ, അപ്പൊ പിന്നെ നീ വീട്ടുപണിയെങ്കിലും ചെയ്യും. ഇത് വല്ലാത്തൊരു ശിക്ഷ തന്നെ അമ്മായി. നീ ഇതിന്റെ ഇരട്ടിയാ എന്റെ ചേച്ചിയും ഈ കുടുംബത്തെയും ശിക്ഷിച്ചോണ്ടിരിക്കുന്നത്. ആദർശേട്ടനും മൂർത്തി ജ്വല്ലറിക്കും ഇപ്പൊ ഉണ്ടാവുന്ന പല തിരിച്ചടികൾക്കും പിന്നിൽ നീയാണോ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതും നിന്റെ പണിയാണെന്ന് അറിഞ്ഞാ നിനക്ക് ഈ വീട്ടിൽ നിലനിൽപ്പുണ്ടാവില്ല. അമ്മായിയുടെ സാരിയൊക്കെ ഡ്രൈ ക്ലീനിങ് സെന്ററിൽ കൊടുത്താലേ നല്ല വൃത്തിയായിട്ട് വെടുപ്പായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. ഇത്രയും വൃത്തിയും വെടുപ്പൊക്കെ മതി. ചുളുക്കില്ലാതെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്തു തരണം. നിന്റെ ജീവിതമേ ചുക്കിച്ചൊളിഞ്ഞു കിടക്കുക. ഇനി ഞങ്ങളുടെ ഡ്രസ്സിലും കൂടെ അത് വേണ്ടാന്ന് പറഞ്ഞത്. ഈ അയൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാ കണ്ടു നിൽക്കുന്നവർക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ അതത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല. അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്ക്. എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അമ്മായിക്ക് ഞാൻ അയൺ ചെയ്തത് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് ഇതുവരെ എന്റെ ഒരു ഡ്രസ്സ് പോലെ നീ ഇതുവരെ അയൺ ചെയ്തിട്ടില്ലല്ലോ. അതെ, കഴിഞ്ഞ ദിവസം ഒരു ജോലിസിനെ കണ്ടപ്പോ അയാൾ പറഞ്ഞായിരുന്നു എനിക്കിപ്പോ ശരിയാണ്, ആ ശനിദോഷം തീരാൻ വീട്ടിലുള്ളവരെ സഹായിക്കണമെന്ന്. ഭാര്യയെ സഹായിക്കണമെന്ന് പറഞ്ഞില്ലേ? വീട്ടിലുള്ളവരെന്ന് പറയുമ്പോ അതിൽ ഭാര്യ പെടുമല്ലോ. അപ്പൊ നിനക്ക് വെറുതെ ഇരിക്കുന്നതാണ് പ്രശ്നം. നീ ഇങ്ങോട്ട് വന്നേ. അല്ല, ഇത് കഴിഞ്ഞിട്ട് പറ്റില്ല. നിർത്തിയിട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത്. തൽക്കാലം നീ ചെല്ല്. ഇവിടെ വിളിച്ചതല്ലേ, ഇവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ശരി അമ്മായി. ഞാൻ ബാക്കിയൊന്ന് അയൺ ചെയ്യട്ടെ അമ്മ. അതൊന്നും വേണ്ട മോളെ, അവൻ ചെയ്തില്ലെങ്കിലേ അവന്റെ അമ്മ ചെയ്തോളൂ. മോള് വയ്യാതിരിക്കല്ലേ, ഒന്നും ചെയ്യണ്ട. അമ്മേ, നമ്മളിങ്ങനെയൊക്കെ അഭി അവന്റെ അമ്മയും കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ ചേച്ചി മിക്കവാറും സത്യങ്ങളൊക്കെ മനസ്സിലാക്കില്ലേ? മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ മോളെ, അല്ലെങ്കിൽ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ അമ്മയും മോനും കൂടി നടന്നതൊക്കെ തുറന്നു പറയട്ടെ. അമ്മേ, അത് വലിയ കുഴപ്പമാവൂട്ടോ. അതുകൊണ്ടല്ലേ നമ്മളെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത്. അതിന്റെ കൂടെ രണ്ടെണ്ണം മെയ് അനങ്ങാതെ ഇരിക്കണ്ട. അങ്ങനെ ഇരിക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല മോളെ. നീ വാ, നിനക്ക് പണിയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ? പണി തരാം. ഇത് പിടിക്ക്. എന്റെ കാൽപാദത്തിന് ചെറിയ വേദനയുണ്ട്, അതിനുള്ള ബാമ ഇത്. നീ എന്റെ കാലിലൊന്ന് തേച്ചു പിടിപ്പിക്കാം. ഇരിക്കവിടെ. എന്റെ ദൈവമേ, ഇത് അമ്മ വീട്ടുവേലക്കാരി, മോൻ വീട്ടുവേലക്കാരൻ. അവര് പറയുന്നതൊക്കെ എത്ര ഉത്സാഹത്തോടെ നീ ചെയ്തു കൊടുക്കുന്നത്. പിന്നെന്താ സ്വന്തം ഭാര്യയുടെ കാലിൽ ബാം തടവാൻ ഇത്ര ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്ക് ജോലി ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിലേ എത്രയും പെട്ടെന്ന് ഞാൻ നിനക്കൊരു ജോലി തരപ്പെടുത്തി തരാം. നിന്റെ ചേട്ടനെക്കാളും അനിയനെക്കാളും നീ തീരെ താഴെ പോകാൻ പാടില്ല. നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ജോലിയാണ് ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ നിനക്കൊരു ജോലി സംഘടിപ്പിച്ചു തരാൻ എനിക്ക് പറ്റുമായിരുന്നു. മൂർത്തി ജ്വല്ലറിൽ പൈനെന്നൊക്കെ പറഞ്ഞ ജോലിയൊക്കെ കിട്ടും. പക്ഷെ ഞാൻ ജയിലിൽ കിടന്നത് മിക്ക ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് ഈ നാട്ടിലിപ്പോ ഒരു ജോലി ബുദ്ധിമുട്ടായി. ഈ നാട് വിട്ട് നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ജോലി കിട്ടുന്നവരെ കുറച്ചൊരു ബോൾഡായിട്ട് ജീവിച്ചൂടെ അബി? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നേ? നീ ശ്രദ്ധിച്ചില്ല അമ്മയുടെ കാര്യം? അമ്മ ഇപ്പൊ ഈ വീടിനകത്ത് കിടന്ന് മാടിനെ പോലെ പണിയെടുക്കുക. അതിന്റെ ആവശ്യം എന്താന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. രണ്ട് അമ്മായിമാരും അടുക്കളയിൽ കേറിയിട്ട് പോലും നിന്റെ അമ്മ കേറിയിട്ടില്ല. ഇനി കേറുവാണെങ്കിൽ തന്നെ അവിടെ എന്തേലും സവോളയോ തക്കാളിയോ ഒക്കെ അരിഞ്ഞോണ്ട് അങ്ങോട്ട് നിൽക്കും. അങ്ങനെയുള്ളവരാ ഇപ്പൊ ഇളയ അമ്മായിയെ പോലും അടുക്കളയിൽ കയറ്റാതെ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുന്നത്. അതെ, ഒരുത്തി ഇപ്പൊ വന്ന നീ കണ്ടില്ലേ അവന്തിക? അവളുടെ കല്യാണം എന്തായാലും ഉടനെ നടക്കും. ആ സമയത്ത് എടുപ്പത് പൊന്നും പണമൊക്കെ കൊടുക്കണമെങ്കിലേ അമ്മയും ഞാനും ഒക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കൊടുത്തേ പറ്റൂ. എന്തിനാ കൊടുക്കുന്നത്? വന്നവളും ഇപ്പൊ അവരുടെ സൈഡല്ലേ. അവൾ എന്നെ പോലും വെറുപ്പോടെയാ നോക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഒന്നും ശരിയല്ലെന്ന് അവള് പറയുന്നത്. അവൾക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അമ്മയും അവളുടെ സ്വഭാവം കണ്ട് ഞെട്ടലില്ല. അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അവളോട് സിമ്പതിയുണ്ട്. അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ അവർ കൊടുക്കുകയും ചെയ്യും. അതോർത്ത് നീയും നിന്റെ അമ്മയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പോട്ടെ നബിയെ, വിഷമിക്കാതെ മതിയോ? ഒരു കാലം തിരുമ്പോ മറ്റേ കാലത്ത് വിഷമാവില്ലേ? ആ കാലം കൂടെ തിരുമ. ചേച്ചിയുടെ കാര്യമാണ് ഓർത്തോണ്ടിരിക്കുന്നത്. അതെ, എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാ അവര് പണം ഇങ്ങനെ വാരി എറിയുന്നത്? ഒരു സൂപ്പർ മോഡലിൽ കൊടുക്കുന്നതിനേക്കാളും പൈസ അവർ നബിക്ക് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അത് 2 വർഷത്തേക്കല്ലേ? 2 വർഷത്തേക്കായാലും അത്രയും കൊടുക്കില്ല. നമ്മളും ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നവരാ. മൂർത്തി ജ്വല്ലറിയാ ഇന്ന് പരസ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മൾ പോലും ഒരു മോഡലിന് വേണ്ടി ഇത്രയും പണം കൊടുക്കത്തില്ല. നവ്യയ്ക്ക് മോഡൽ രംഗത്ത് വലിയ ഭാവിയൊന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അവള് അത്ര വലിയ പെർഫോമറും അല്ല. ഇത് നമ്മളെ കരിവാരത്തേക്കാൻ വേണ്ടി AM ജ്വല്ലറിക്കാർ ചെയ്യുന്നത്. അവിടെ ആദർശേട്ടാ മുത്തശ്ശന്റെ വാക്കുകൾക്ക് പ്രസക്തി ഉള്ളത്. അവര് നമ്മളെ അടിമുടി തകർക്കാനാ നോക്കുന്നത്. നമുക്ക് ഇതുവരെ ഇതുപോലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിട്ടില്ല. അതിപ്പോ ഞാൻ MD ആയ ശേഷമല്ല, മുത്തശ്ശൻ ആ സ്ഥാനത്തിരുന്ന സമയത്തും ഇതുപോലെ ആരും നമ്മളെ ഈ രീതിയിൽ വിഷമിപ്പിച്ചിട്ടില്ല. ഇത് നമ്മളെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെ മറികടക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ ആദർശേനുണ്ടെന്നാ എന്റെ വിശ്വാസം. ഞാനും അച്ഛനും ഇളയച്ചനും ഒക്കെ ഇപ്പൊ പഴയതിനേക്കാളും ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. 100% കമ്പനിയോട് കൂറുള്ള സ്റ്റാഫ് മൂർത്തി ജ്വല്ലറിയുടെ വിജയം. എന്നാ ഇപ്പോഴേ അവരെ പോലും നമ്മൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കുടുംബത്തിനകത്തുള്ള ഒരു പെൺകുട്ടിയെ വെച്ച എതിരാളികൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നവ്യ എന്ന മോഡലല്ല, അനന്തപുരിയുടെ മരുമോള് മോഡലായിന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. നൈനാസ് കളക്ഷൻസ് ഇന്ന് വളരെ ഫേമസ്. ആ ഡിസൈനറുടെ ചേച്ചിയാ ഇന്ന് AM ജ്വല്ലറിയുടെ മോഡലായിട്ട് ബിഗ് സ്ക്രീനിൽ പോലും തെളിയുന്നത്. ഏത് തിയേറ്ററിൽ പോയാലും ഇപ്പൊ നവ്യെ കാണാൻ പറ്റും. പണം വാരി എറിയവര്. അതങ്ങനെ ആയിക്കോട്ടെ, അതിപ്പോ ബിസിനസ് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ മൂർത്തി ജ്വല്ലറിയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്ത് ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. AM ജ്വല്ലറിയുടെ MD ആ ഡേവിസ്. അയാളെ പറ്റി ഞാൻ അന്വേഷിച്ചു പോയായിരുന്നു. അങ്ങനെ ഒരാൾക്ക് നമ്മളുമായിട്ട് ഒരു ശത്രുതയില്ല. അയാളുമായിട്ട് മുൻപരിചയമില്ല. പിന്നെ ആരാ മറിഞ്ഞിരിക്കുന്ന ശത്രു? എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല. മുത്തശ്ശ, ഞാൻ ദേ വരുന്നു. മുത്തശ്ശൻ വിളിക്കുന്നു. ഞാനും കൂടെ ചെല്ലട്ടെ. എന്താ മുത്തശ്ശ? എല്ലാ ബിസിനസ്സിലും 2 രീതികളുണ്ട്. സ്വർണ്ണത്തിലാണ് കൂടുതൽ. ഒന്ന് പാരമ്പര്യ തനിമയുള്ള സ്വർണം സീലാക്കി കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നേടിയെടുക്കുന്ന രീതി. മറ്റൊന്ന് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ പേരെടുക്കുന്ന രീതി. ട്രഡീഷണൽ സ്വർണത്തിന് സോഷ്യൽ മീഡിയയിലെ പരസ്യവാചകങ്ങളെ മറികടക്കാൻ കഴിയും. ഇവിടെ പക്ഷേ എതിർഭാഗത്തുള്ളവർ പണിക്കൂലി സൗജന്യമാക്കിയിരിക്കാം. അങ്ങനെ വരുമ്പോ
സ്വർണത്തിന്റെ മാറ്റ് പോകാറാണ് പതിവ്. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. നമ്മുടെ രീതി തന്നെയാണ് AN ജ്വല്ലറി തുടരുന്നത്. മേക്കിംഗ് ചാർജ് അവർ ഈടാക്കുന്നില്ല. എന്നാൽ കൊടുക്കുന്നതോ തനി തങ്കമാണ്. മാർക്കറ്റ് പിടിച്ചടക്കാൻ തന്നെ അവർ നോക്കുന്നത്. ഞാനിപ്പോ നിന്നെ വിളിപ്പിച്ചത് അത് പറയാനല്ല. ഒരു അമേരിക്കൻ കമ്പനി 5 വർഷത്തെ ഡീൽ ഉറപ്പിക്കാൻ മുംബൈയിൽ ക്യാമ്പ് ചെയ്യുന്നു. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിസിനസ് തന്നെയാണ്. കിലോ കണക്കിന് സ്വർണവും അതേപോലെ ഡയമണ്ടിന്റെ ക്വാളിറ്റി നോക്കി അത് പർച്ചേസ് ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത്. മുത്തശ്ശ, ഞാനും അതിന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അറിയാം, കൊട്ടേഷൻ കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. ഈ ബിസിനസ് നമുക്ക് നഷ്ടപ്പെടരുത്. ഒരു തകർച്ചയുണ്ടായപ്പോ അത് മാധ്യമങ്ങൾ കൊട്ടിക്കൊഴിച്ചത് കൊണ്ടാണ് നമുക്കൊരു ഇടിവ് സംഭവിച്ചത്. ഇത് പക്ഷെ അതുപോലെയല്ല. ഈ ബിസിനസ് നഷ്ടമായാൽ നമ്മുടെ ഗ്രാഫ് ഒരുപാട് ഇടിയും. അത് എന്റെ മാത്രമല്ല, നമ്മുടെ ബിസിനസിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഡീൽ ഒരു പരിഹാരമാകുമെന്നാണ് എന്റെ വിശ്വാസം. മുത്തശ്ശ, ഇതെന്തായാലും നമുക്ക് നഷ്ടപ്പെടില്ല. ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. ഈ അമേരിക്കൻ കമ്പനി എന്ന് പറയുമ്പോ അറിയാലോ, അവർക്ക് ഈ പണിക്കൂലി എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല. നമ്മുടെ പാരമ്പര്യവും ട്രസ്റ്റും ഒരു പരിധിവരെ ഡീലേഴ്സിനൊക്കെ ഇംപ്രസ് ചെയ്യാറുള്ളതാ. 100-99% ഈ ഡീൽ നമുക്ക് കിട്ടാനാ സാധ്യത. എങ്കിലും എനിക്കൊരു ഭയം പോലെ. ഇനി നിന്റെ മുന്നിൽ അധികം സമയമൊന്നുമില്ല മോനെ. നീ ആ അമേരിക്കൻ കമ്പനിയുടെ രീതികളും ടേസ്റ്റും ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഇതുവരെ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്നെക്കാളും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇവിടെയും അത് വേണം. AN ജ്വല്ലറി ഈ ഡീലിൽ പങ്കുകൊള്ളാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പരാജയം നമുക്ക് താങ്ങാൻ പറ്റില്ല. മുത്തശ്ശൻ വെറുതെ ടെൻഷൻ ആവണ്ട. എന്തൊക്കെ ചതിപ്രയോഗങ്ങൾ നടന്നാലും ഇവിടെ ഞാൻ വിജയിച്ച് തന്നെ തിരിച്ചു വരും മുത്തശ്ശ. എന്റെ യാത്രയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുത്തശ്ശൻ ഉണ്ടാക്കി വെച്ച മൂർത്തി ജ്വല്ലറിയുടെ പേരും പെരുമയും ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. ആ ഉറപ്പ് ഞാൻ തന്നെ. ഏറ്റെടുത്ത ദൗത്യത്തെ പറ്റി അവന് നല്ല ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അവനെ കുറച്ചുകൂടി അലേർട്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതുവരെ ഒന്നും പറയാതെ തന്നെയാണ് അവൻ അവന്റെ കടമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനെ പോലെ ഒരാളോട് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് പോലും എനിക്ക് വിഷമമുള്ള കാര്യമാണ്. എന്നാൽ ദുബായിലെ തകർച്ച മുംബൈയിലും തുടർന്നാൽ അത് നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാവും. സ്വർണ്ണ ബിസിനസ്സിൽ ഡേവിഡ്സൺ എന്നൊരു ബിസിനസ്സുകാരനെ എനിക്ക് പോലും പരിചയമില്ല. അയാൾ പെട്ടെന്ന് എങ്ങനെയാ ഒളിച്ചു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് എന്താ ഇത്രയും നമ്മളോട് വാശിയെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പിച്ചോ, അയാൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. നമ്മൾ തമ്മിൽ കണക്ഷനുള്ള ആരോ ഒരാൾ. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും പ്രതീക്ഷയുമായിട്ടാ എന്റെ മോൻ മുംബൈയിലേക്ക് പോകുന്നത്. അവൻ വിജയിച്ച് തന്നെ തിരിച്ചു വരണേ ഭഗവതി. എന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കണേ. മൂർത്തിയസ് ജ്വല്ലറിയുടെ പതനം എത്രയും പെട്ടെന്ന് ഉണ്ടാവണേ. ആദർശന്റെ പേരില് അർച്ചന വഴിപാടൊന്നും നടത്തണ്ടേ അമ്മായി? അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ. എനിക്ക് ഓർമ്മ വെച്ചത് പിന്നെ മുത്തശ്ശന് ഇത്രയും ടെൻഷനോടെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ മോളെ. പിന്നെ മോൾക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പേ ചില സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയാ മോളുടെ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തായത്. ആ കഥകളൊന്നും മോൾക്കറിയില്ല. മോളോട് ആരും പറഞ്ഞിട്ടുമില്ല. എങ്കിലും അന്നൊന്നും ഇതുപോലെ നമ്മുടെ ജ്വല്ലറി തകർച്ചയെ നേരിട്ടിട്ടില്ല. ഇതാദ്യമായിട്ടാ മൂർത്തി ജ്വല്ലറിയുടെ മാർക്കറ്റ് ഇടിയുന്നത്. അത് ഇനിയും ഇടിയും. അവസാനം താഴേന്ന് ഒന്നാമതാവും. നമുക്ക് വലം വെച്ചിട്ട് വരാമേ. വാ മോളെ. കുറെ നേരം ആയ മോളെ വന്നിട്ട്? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അവിടെ എല്ലാരും പ്രാർത്ഥനയാ. രാവിലെ അമ്മായിയമ്മയും മരുമോളും കൂടി അമ്പലത്തിലോട്ട് പോയായിരുന്നു. കൂടെ എന്റെ മോളും ഉണ്ട്. അവർക്കിപ്പോഴേ ചെറിയൊരു മാറ്റം. ഞങ്ങളെ വിമർശിച്ചിട്ട് അവർക്കൊപ്പം നിൽക്കുക. അവന്തിയുടെ കല്യാണമൊക്കെ നടക്കാനുള്ളതുകൊണ്ട് അവരെ സോപ്പിട്ട് നിൽക്കുമായിരിക്കും. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയില്ല. പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നപ്പോഴേ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൾച്ചർ ഇല്ലാന്ന് അവക്കൊരു തോന്നല്. ആദർശേട്ടൻ ജയിലിലാണെന്ന് കരുതിയിട്ട് ഞാനും അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സന്തോഷിച്ചതാ. എന്നുവെച്ചാ അതുപോലെ ആയിരുന്നല്ലോ അഭയേട്ടൻ ഞങ്ങൾ എല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അതിന്റെ പേരിൽ കേക്കും മുറിച്ചു. അവസാനം നയനയ്ക്കൊപ്പം അയാളെ കണ്ടപ്പോ ഞങ്ങളുടെ നല്ല ജീവൻ അങ്ങ് പോയി. പോട്ടെ മോളെ, അവൻ അന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. എന്നാൽ ഇത്തവണയില്ലേ അവൻ തല താഴ്ത്തിയിട്ടായിരിക്കും മുംബൈയിൽ നിന്ന് വരാൻ പോകുന്നത്. അങ്ങനെ ആകാൻ വേണ്ടി നമുക്ക് സകല ദൈവങ്ങളെയും വിളിക്കാം. മോളുവാ. എന്റെ ദേവി, എന്റെ മക്കളെ ഞാൻ മാത്രം നന്നാവണേ. ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം തകർന്ന തരിപ്പണമാകണേ. എന്റെ ദേവി മഹാമായി. മൂർത്തിസ് ഗ്രൂപ്പിന്റെ ഷെയർ ഇടിഞ്ഞു താഴണേ. ആദർശന് ആ ഡീല് കിട്ടരുത്. അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണേ ഭഗവതി. പൂജകൾ നടക്കട്ടെ. ദൈവത്തെ എല്ലാവരും വിളിച്ച് ഉണർത്തട്ടെ. അതിന്റെ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും നല്ല ടെൻഷനില്ല. അത് കാണുമല്ലോ. ഇത്തവണ ആദർശ് ആ ഡീല് നേടണമെന്ന വാശിയോടാണ് വരുന്നത്. നമ്മൾ വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ. ഇവിടെ ആര് ജയിക്കും വെച്ചാ? ആദർശിനെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയും. അതിലുപരി അനന്തമൂർത്തി ഇപ്പൊ തന്നെ അമേരിക്കൻ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തുക. ഞാനും അത് എടുത്തിട്ടുണ്ട്. പക്ഷെ പാരമ്പര്യവും പരിചയസമ്പത്തും എന്നേക്കാൾ കൂടുതൽ ഈ മേഖലയിലുള്ളത് അനന്തമൂർത്തിക്കാണ്. പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞതോ വലിയൊരു തകർച്ചയാണ് മുത്തശ്ശനെയും മൂർത്തിസ് ജ്വല്ലറിയും കാത്തിരിക്കുന്നതെന്ന്. അതിൽ മാറ്റം ഒന്നുമില്ല. അതിന്റെ തുടക്കം ഇവിടെ നിന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചുവിടുകന്നേ വരൂ. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഈ മുറിയിൽ അടിച്ച് വൃത്തിയാക്കണമെന്ന്. പോരായ്മ വന്നാ വീണ്ടും ചെയ്യിക്കും. അയ്യോ, നീ എന്റെ കൈ മുറിഞ്ഞമ്മേ. ജാനകി, നീ അടുക്കളയിലൊന്നും കയറേണ്ട ആവശ്യമില്ല. ഇവൻ ചെയ്യട്ടെ. ഈ അമ്മയും മകനും കർമ്മഫലം അനുഭവിക്കുമ്പോൾ അനന്തപുരിയെ തച്ചുടയ്ക്കാൻ പുതിയ തന്ത്രമൊരുക്കി ഈ കുബുദ്ധികൾ. സമാധാനം നിറഞ്ഞ അനന്തപുരിയെ കാക്കാൻ കഴിയുമോ ഇവർക്ക്? ഓൾ ദി ബെസ്റ്റ്. പത്തരമാറ്റ്